അലപ്പോയ്ക്ക് പിന്നാലെ സിറിയയിലെ തന്ത്രപ്രധാനമായ ഹമാ നഗരം പിടിച്ചെടുത്ത് സുന്നി ഇസ്ലാമിസ്റ്റ് വിമത ആക്രമണം ശക്തമായതിനെ തുടർന്ന് മേഖലയിൽ നിന്ന് സിറിയൻ സൈന്യം പിൻവാങ്ങിയിരുന്നു. മധ്യ സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന ഹമ അസദ് ഭരണകൂടത്തിന്റെ നിർണായക മേഖലയാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ചേരുന്നു. സെബാൻ, കൂടുതൽ ഇടങ്ങളിലേക്ക് വിമത സേന പിടിമുറുക്കുകയാണ്. എന്താണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി, സിറിയയിലെ നാലാമത്തെ ഏറ്റവും വലിയ നഗരമായ ഹമ കൂടി പിടിച്ചിരിക്കുകയാണ് തഹ്രീർ അൽ ഷാം എന്ന സംഘടന. നേരത്തെ അലപ്പോ എന്ന നഗരം, സിറിയയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ അലപ്പോ വിമതർ പിടിച്ചെടുത്തിരുന്നു. ലെബനോനിൽ ഇസ്രായേലുമായിട്ടുള്ള ഹെസ്ബുള്ളയുടെ യുദ്ധത്തിൽ ഒരു ഉടമ്പടി, ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിന് പിന്നാലെ ആണ് സിറിയയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഒരു വിമത മുന്നേറ്റം ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് ആദ്യം അവർ അലപ്പോ നഗരം പിടിച്ചെടുത്ത ശേഷം പിന്നീട് അത് റഷ്യൻ ബഷാർ അൽ അസാദിന്റെ ഗവൺമെന്റ്, ഷിയ ഗവൺമെന്റിനെതിരായി നടക്കുന്ന 2016 അവസാനിച്ച ഒരു പ്രക്ഷോഭത്തിന് ബാക്കി പെട്ടെന്നുണ്ടാവുന്നു. അലപ്പോ നഗരം ആദ്യം അവർ പിടിച്ചെടുത്തു. ഇപ്പോഴും ഹമ നഗരം പിടിച്ചെടുത്തതായി HTS നേതാക്കൾ പ്രഖ്യാപിക്കുന്നു. ഇത് വലിയ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ മുൻ അൽ ഖൈദയുമായി അഫിലിയേറ്റ് ചെയ്തിരുന്ന സംഘടനയാണ് HTS ഇപ്പോൾ രണ്ടാമത്തെ നഗരം പിടിച്ചെടുക്കൂ എന്നത് സംബന്ധിച്ച് ബഷാർ അൽ അസാദിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അവരെ പിന്തുണയ്ക്കുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനും റഷ്യയുമാണ് പ്രധാനമായും ബഷാർ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നത്. ഈ ബഷാർ ഗവൺമെന്റിന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ HTS നേതാവ് അബു അൽ ജലാനി നേരിട്ട് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട, ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊതുവേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. ഈ തഹ്രീർ അൽ ഷാം എന്ന സംഘടനയുടെ നേതാവ് ഇന്നലെയാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ന് അദ്ദേഹം നേരിട്ട് വീഡിയോയിൽ പറയുന്നത്, ഞങ്ങൾ ഇതാ ഹമ നഗരം പിടിച്ചെടുത്തിരിക്കുന്നു. ഹമ നഗരത്തിൽ ഗവൺമെന്റ് അനുകൂല അല്ലെങ്കിൽ സിറിയൻ ഗവൺമെന്റ് അനുകൂല ആളുകളോട് പ്രതികാര നടപടികളൊന്നും ചെയ്യരുത്. നഗരം പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്ന പ്രസ്താവനയാണ് അദ്ദേഹം വീഡിയോയിലൂടെ നടത്തിയിട്ടുള്ളത്. ഇത് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു സംഭവ വികാസമാണ്. ഇപ്പോൾ നമുക്കറിയാം, പശ്ചിമേഷ്യയിലാകമാനം നിലനിൽക്കുന്ന ഗാസ യുദ്ധം അടക്കം, ഹെസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ സമാധാന കരാർ നിലവിലിരിക്കെ സിറിയയിലെ ഡെവലപ്മെന്റ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇസ്രായേലുമായി പോരാടുന്ന റെസിസ്റ്റന്റ് നെറ്റ്വർക്കിൽ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് സിറിയൻ ഗവൺമെന്റ്. ഇറാനൊപ്പം സിറിയൻ ഗവൺമെന്റ്, ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ ഇങ്ങനെ റെസിസ്റ്റന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ നെറ്റ്വർക്കിൽ പെടുന്ന ഒരു യുദ്ധ സമാനമായ സാഹചര്യം നിലനിൽക്കെയാണ് ഷിയ ഗവൺമെന്റ് ഭരിക്കുന്ന രാജ്യത്ത് ഒരു സുന്നി ഇസ്ലാമിസ്റ്റ് സംഘടന ഇപ്പോൾ ഒരു മുന്നേറ്റം. തീർച്ചയായും അത് വലിയ പ്രാധാന്യം ഉള്ള ഒരു മുന്നേറ്റം തന്നെയാണ് സെബാൻ. ഈ റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ ഇത്തരം വമ്പന്മാരുടെ പിന്തുണ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിറിയൻ സൈന്യത്തിന് ഇവരെ അടിച്ചമർത്താൻ കഴിയാത്തത്? പുറത്തുനിന്ന് മറ്റാരുടെയെങ്കിലും പിന്തുണ ഈ ഇസ്ലാമിസ്റ്റ് വിമതർക്ക് ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? ലക്ഷ്മി, തീർച്ചയായും ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് എന്നതിന്റെ പ്രാധാന്യവും അതുതന്നെയാണ്. റഷ്യ ഓൾറെഡി ഇപ്പോൾ തന്നെ യുക്രൈനുമായുള്ള യുദ്ധത്തിലാണ്. യുക്രൈനെ റഷ്യയിലേക്ക് അമേരിക്കൻ മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുമതി ബൈഡൻ ഭരണകൂടം അടുത്ത ജനുവരിയിൽ ട്രംപ് ഭരണകൂടം വരുന്നതിന് തൊട്ട് മുമ്പായി പൊടുന്നനെ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് യുക്രൈനിലെ യുദ്ധം കടുത്തു നിൽക്കെയാണ് സിറിയയിൽ ഇങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സിറിയയിൽ വളരെ കാലമായി റഷ്യയും സിറിയയും ഇറാനും മറ്റ് സഖ്യ കക്ഷികളും നെറ്റ്വർക്കുകളും ചേർന്ന് അടിച്ചമർത്തി വെച്ചിരുന്നിട്ടുള്ള ഒരു ജനാധിപത്യ പോരാട്ടത്തിന്റെ മറപിടിച്ച് മുമ്പ് നടന്നിട്ടുള്ള ഒരു വിമത മുന്നേറ്റം ഇപ്പോൾ വീണ്ടും ഉടലെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. തീർച്ചയായും ഇതിൽ
ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ പിന്തുണ ഉണ്ടോ എന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള സൂചനകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും സിറിയയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് റഷ്യ എന്ന വലിയ സഖ്യകക്ഷി യുക്രൈൻ യുദ്ധത്തിന്റെ പ്രതിസന്ധിയിൽ നിൽക്കെയാണ് സിറിയയിൽ ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന സൂചന ലഭിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം സുന്നി ഇസ്ലാമിസ്റ്റ് സംഘടനകൾ നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അലപ്പോയ്ക്ക് പിന്നാലെ സിറിയയിലെ തന്ത്രപ്രധാനമായ ഹമ നഗരം കൂടി സുന്നി ഇസ്ലാമിസ്റ്റ് വിമതർ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റിൻ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.